സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ഒരു സന്ദേശ വചനം നൽകുകയാണ്. സാധിക്കുന്നവർ ബൈബിൾ എടുക്കുക. സങ്കീർത്തന പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിലെ അതിശക്തമായ സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകമാണല്ലോ സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം അതിൻ്റെ 18 തിരുവചനം. ഈ വചനം നമുക്ക് പലർക്കും അറിയാവുന്നൊരു വചനമാണ്. നമുക്ക് ഒത്തിരി അനുഗ്രഹം ലഭിക്കുന്ന ഒരു വചനം കൂടെയാണ്. അറിയാൻ പാടില്ലാത്തവർ ഈ വചനം പഠിക്കണം. വചനം ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ലല്ല, പലതവണ കേട്ടിട്ടുള്ള വചനമാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ എല്ലാവരിലും നിറയാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒച്ചത്തിൽ ഏറ്റുപറയണം കേട്ടോ. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങൾ ഇടങ്ങളിൽ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 18 തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഒന്നും കൂടെ പറയാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ വചനം പറഞ്ഞ ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഈ വചനം എഴുതിയെടുത്ത് പഠിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. മറ്റുള്ളവരോട് ഈ വചനം പറഞ്ഞു കൊടുക്കുന്നതും വളരെ അനുഗ്രഹപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അല്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് ആര് സമീപസ്ഥനാണ്? കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പോട്ട ആശ്രമത്തിലെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇവിടെ വരുന്നവരൊക്കെ വെറുതെ ഇത് കാണാൻ വരുന്നവരല്ല, മറിച്ച് ഹൃദയം നുറുങ്ങി മനമുരുകി വലിയ സങ്കടത്തിലും ഭാരത്തിലും ഒക്കെ വരുന്നവരാണ്. പക്ഷേ ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? കർത്താവ് അവർക്ക് സമീപസ്ഥനാണെന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ശുശ്രൂഷയിൽ ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ എന്തോരം സാക്ഷ്യങ്ങളാണ് ഈ ആലയത്തിലോട്ട് വരുന്നതെന്നറിയോ? അങ്ങ് ദൂരങ്ങളിലിരുന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം അവരായിരിക്കുന്നിടങ്ങളിൽ വചനത്തിന്റെ ശക്തിയിൽ അഭിഷേക ശുശ്രൂഷയിൽ അവരും ജ്വലിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. എന്താണ്? നീ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ രക്ഷിക്കും. ഒരു സംശയം വേണ്ട കാര്യം. നീ സങ്കടപ്പെടുന്ന സമയത്ത് നിന്റെ സമീപത്തേക്ക് കർത്താവ് കടന്നു വരും. കർത്താവ് കടന്നു വരും. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിക്കോണം: പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം ബഹുമാനിക്കും. എന്ന് പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം ബഹുമാനിക്കും, ആദരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിയെ ദൈവം ഉയർത്തും. എവിടെയാണോ തളർന്നത്, എവിടെയാണോ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എത്ര ദുരിതം പിടിച്ച അവസ്ഥയായിക്കൊള്ളട്ടെ, ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണത്. ഏറ്റവും വലിയ ഉറപ്പാണ്. നിങ്ങൾക്ക് പരിചയമുള്ള 1-2 സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം നമ്മളെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങളിലേക്ക് നയിക്കും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വചനങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വചനമാണ്.
നമ്മളവിടെ വായിക്കുന്നത് ബർത്തിമിയൂസിന് കാഴ്ച നൽകുന്നതിനെ കുറിച്ചാണ്. ബർത്തിമിയൂസ് അല്ലേ, നമ്മൾ പലതവണ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ബർത്തിമിയൂസ് വഴിയരികിലിരുന്ന് ഒറ്റയ്ക്ക് വിഷമിച്ച്, അന്ധനാണ്, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, പാവാണ്, ഒന്നുമില്ല, അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. എങ്ങനെയാ ബർത്തിമിയൂസ് പ്രാർത്ഥിച്ചത്? എന്ത് പ്രാർത്ഥനയാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചേ? ബൈബിളിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, 47-ാം വചനം എന്താ പറഞ്ഞേ? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. എനിക്ക് വേറെ ആരും രക്ഷ നൽകാനില്ല, കർത്താവേ നീ മാത്രമേ ഉള്ളൂ, നീ എന്നിൽ ഇടപെടണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശുവിന് ചുറ്റും ശിഷ്യന്മാർക്ക് ചുറ്റും വലിയ ജനക്കൂട്ടം എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ എത്ര പേരുണ്ടാവും? 10 പേരാണോ? ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 500-ലധികം പേരുണ്ട്. അവരെല്ലാവരും കൂടെ തിങ്ങിക്കൂടി നിൽക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടേ. 500 പേര് തിങ്ങിക്കൂടി നിൽക്കുന്നു. അതിനിടയിൽ ഒരുത്തൻ അന്ധനാണ്, യാചകനാണ്, ആ വഴിയുടെ മൂലയിൽ എവിടെയോ ഇരുന്നുകൊണ്ട് കരയുന്നു. കർത്താവേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, വചനം എന്താ പഠിപ്പിക്കുന്നത്? ഈശോ അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം അതിശക്തമായിട്ട് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. 49-ാം തിരുവചനം, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. ഇത്രയും വലിയ ജനക്കൂട്ടത്തിൽ പലരും പല സ്വഭാവക്കാരുണ്ട്. ഈശോ ആരെയും വിളിക്കാൻ പറഞ്ഞില്ല, ഒരുത്തനെ മാത്രമേ വിളിക്കാൻ പറഞ്ഞുള്ളൂ. ആരെയാ? അന്ധനെ. കാരണം എന്താ? അവന്റെ നിലവിളി, അവന്റെ കണ്ണുനീര് അത്രയും പ്രധാനപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ സങ്കീർത്തനം 34:18 പഠിച്ചത്. ഏതാ വചനം? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് വഴി സൈഡിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നവനെ ഈശോ വിളിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈശോ അവനെ ബഹുമാനിച്ചു, ഈശോ അവനെ സ്നേഹിച്ചു, ഈശോ അവനെ ആദരിച്ചു. ഇത്രയും വലിയ ജനക്കൂട്ടം മുഴുവൻ നോക്കി നിൽക്കുമ്പോ വഴി സൈഡിൽ ഇരിക്കുന്ന അന്ധന്, ഇത്രയും നേരം ഒരു വിലയും ഇല്ലാതിരുന്ന ഒരുത്തൻ, ഇത്രയും നേരം ആരും അവനെ മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഈശോ നിന്നു കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം മുഴുവൻ ഈശോയുടെ കൂടെ നിന്നു. അല്ലേ? ജനക്കൂട്ടം മുഴുവൻ ഈശോയുടെ കൂടെ നിന്നു എന്ന് മാത്രമല്ല, ഈശോ അവനെ വിളിച്ചു. അവന് ഇതിനേക്കാളും വലിയ അംഗീകാരം ഇനി കിട്ടാനുണ്ടോ? ഉണ്ടോ? ഇവന്റെ വീട്ടിൽ ഇന്നോളം ഒരുപക്ഷെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, ഇവൻ ആര് സഹായിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചേ, ഈശോ നിന്നതോടുകൂടെ ജനക്കൂട്ടവും ഈശോയുടെ കൂടെ നിന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, അവനെ വിളിക്കുക. ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവന്നു. അല്ലേ? അവനെ ആദരിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരുവനെ, ദൈവസന്നിധിയിൽ കരയുന്ന ഒരുവനെ ദൈവം മാനിക്കും, ദൈവം ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷത്തിൽ നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി സക്കേവൂസ്. ആരും കാണാതിരിക്കാനാണ് ഈ മനുഷ്യൻ ഏതു മരം? സിക്കമൂർ മരം. മരത്തിന്റെ മുകളിൽ കയറി ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നത്. ആരും കാണല്ലേ എന്നോർത്താണ് ഇരുന്നത്, അല്ലേ? കാരണം ഇയാൾ ചുങ്കക്കാരനാണേ. സമൂഹത്തിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. അപ്പൊ എന്നെ ഇനി ആരും കാണരുത് എന്ന് കരുതിതേ ആ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഇവനെ ഈശോ ആ മരത്തിന് ചുവട്ടിൽ വന്നിട്ട് ഈശോ അവനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ? ഈശോ എന്താ പറഞ്ഞേ? എടാ നീ ഇറങ്ങി വാ, അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. എങ്ങനെ പറഞ്ഞേ? ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം 5-ാം വചനം. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, അല്ലേ, വേഗം ഇറങ്ങി വരിക. ഈശോ എങ്ങനെ ഇവന്റെ പേര് പഠിച്ചത്?
ഇവര് തമ്മിൽ മുൻപരിചയമല്ലോ ഉണ്ടോ? ഉള്ളതായൊന്നും വചനം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈശോ അവിടെ എത്തിയപ്പോൾ എത്രയോ വലിയൊരു സൗഹൃദം ഉള്ളതുപോലെയാണ് അല്ലേ? മുൻ പരിചയം ഉള്ളതുപോലെ ഏതൊരു കൂട്ടുകാരന് വിളിക്കുന്നത് പോലെ വിളിക്കുകയാണ്, സക്കേവൂസേ നീ വേഗം ഇറങ്ങി വാ, സക്കേവൂസേ നീ വേഗം ഇറങ്ങി വാ. നമ്മൾ നോക്കിക്കേ, ഈ സക്കേവൂസ് നാണക്കേടാണ് മാനക്കേടാണെന്ന് കരുതി ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഇവനെ ഈശോ സ്നേഹപൂർവ്വം ഒരു സഹോദരനെ വിളിക്കുന്നത് പോലെ വിളിച്ചിറക്കി. അവന് കിട്ടുന്ന അംഗീകാരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈശോ നിന്നു, അപ്പോൾ ആരും നിന്നു? ജനക്കൂട്ടവും നിന്നു അല്ലേ? ഈശോ നിന്നു, ജനക്കൂട്ടവും നിന്നു. എന്നിട്ട് പിന്നെ എന്താ കാണിക്കുന്നത്? ഈശോ അവനെ സ്നേഹപൂർവ്വം വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ നാളുകളിലൊക്കെ ചില രാഷ്ട്രീയ നേതാക്കളാവാം, ചില പൗരപ്രമാണികളാവാം അല്ലേ? നമ്മുടെ അധികാരികളൊക്കെ ചിലപ്പോൾ റോഡിലൂടെ കടന്നു പോകുമ്പോൾ അവര് വാഹനം നിർത്തി, എന്നിട്ട് അവരെ കാണാൻ നിൽക്കുന്ന ആളുകളുടെ പക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഒരു പക്ഷെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, ഇല്ലെങ്കിൽ അവരെ ഒന്ന് സ്നേഹിക്കുന്നു. ഈ ചിത്രം പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങും. റോമില് അദ്ദേഹത്തെ കാണാൻ ജനക്കൂട്ടം മുഴുവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പ ഇങ്ങനെ എല്ലാവരെയും സന്ദർശിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, ഈ മാർപ്പാപ്പേനെ തൊട്ടടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നവര് ഈ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നവരുടെ സൈഡിൽ പോയി നിൽക്കും. കാരണം മാർപ്പാപ്പ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക വാത്സല്യമാണ്. ഒന്നില്ലെങ്കിൽ തൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് അംഗരക്ഷകരോട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ മുഴുവൻ പിന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയും അപ്പനും അതിനോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ ഒപ്പിയെടുക്കും. ടെലിവിഷനിലൊക്കെ കാണിക്കും, പത്രങ്ങളിലൊക്കെ കാണിക്കും. പിറ്റേ ദിവസം എത്ര വലിയ അംഗീകാരമാണ്. പ്രിയപ്പെട്ടവരെ, ജനപ്രമാണികളോ മാർപ്പാപ്പയോ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ഈശോ ഇതാ റോട്ടിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് മരത്തിലിരിക്കുന്നവനെ വിളിക്കുകയാണ്, സക്കേവൂസേ. പ്രിയപ്പെട്ടവരെ, ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, ഹൃദയം നുറുങ്ങുന്ന വ്യക്തിയെ, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവം മാനിക്കും. ഈ പോട്ടാശ്രമത്തിൽ ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ നാട്ടുകാർ മാനിച്ചിട്ടില്ലെങ്കിലും, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന ആര് കാണുന്നു? ഈശോ കാണുന്നു. ഈശോ നമുക്ക് സമീപസ്ഥനാണ്. ഈശോ നമ്മളെ രക്ഷിക്കുന്നു. വലതുകരമുയർത്തി സങ്കീർത്തനം 34:18 ഏറ്റു പറഞ്ഞ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ ഈ കാര്യം ആവർത്തിച്ച് ഈശോ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് വചനങ്ങളിൽ. അതായത് ഈശോ പ്രാർത്ഥിക്കുന്നവനെ മാനിക്കും, അവന്റെ വിഷയത്തിൽ ഇടപെടും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 41. അവിടെ ഒരു കുഷ്ഠരോഗിയെ കുറിച്ചാണ്. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ആരെയാ ഈശോ ചേർത്ത് പിടിച്ചത്? ആരെയാ? കുഷ്ഠരോഗി, സമൂഹം വെറുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നവൻ. ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവാദമില്ല, പൊതുജന മധ്യത്തിൽ വരാൻ അനുവാദമില്ല. അത്രയും വൃത്തികെട്ടതായിട്ട് കണക്കാക്കുന്ന ആ കാലഘട്ടത്തിൽ ഈശോ എന്ത് ചെയ്തു? ഈശോയെ കാണാൻ ആഗ്രഹിച്ച, ഈശോയുടെ മുമ്പിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച അവനെ വചനം അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ ചേർത്തിങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിലര് ചിന്തിക്കും, എൻ്റെ ജീവിതം അത്രയും പാപകരമാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ല. കാരണം പലതവണ കുമ്പസാരിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വിഷമിപ്പിച്ചു, അനേക തരത്തിലുള്ള ദുരിതത്തിലും പീഡയിലുമാണ്. ചിലരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കില്ല. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, നിന്റെ അവസ്ഥ എത്ര ദുർഘടം പിടിച്ചതാണെങ്കിലും,
എത്ര ദുർഘടം പിടിച്ചതാണെങ്കിലും നീ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ വചനം നൽകുന്ന ഉറപ്പാന്തെന്നറിയോ? കർത്താവ് നിന്നെ രക്ഷിക്കും. നിന്റെ സമീപത്തേക്ക്, നിന്റെ അടുത്തേക്ക് ഈശോ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ തന്നെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനം. ഒരു ബദിരൻ നേരത്തെ കണ്ടതൊരു കുഷ്ഠരോഗിയാണ്. ബദിരനെ കുറിച്ചൊരു വചനമുണ്ട്. 33-ാം തിരുവചനം. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പല് കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. കണ്ടോ, എത്ര വലിയ പേഴ്സണൽ അറ്റൻഷനാണ് ഈശോ കൊടുക്കുന്നത്. ആ വ്യക്തിയുടെ കാര്യത്തിൽ കൃത്യമായി ഈശോ ഇടപെടുകയാണ്. നീ സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞേക്കുകയല്ല, മറിച്ച് അവന്റെ കാര്യത്തിൽ, അവന്റെ ശരീരത്തിൽ തൊട്ടു സ്പർശിച്ച് പേഴ്സണൽ അറ്റൻഷൻ. കരയുന്ന പ്രാർത്ഥിക്കുന്നവനെ ദൈവം ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 8-ാം അധ്യായം 23-ാം തിരുവചനം ഒരു അന്ധനെ കുറിച്ചാണ്. നമ്മളിപ്പോ കണ്ടത് ബദിരൻ, അതിനു മുമ്പ് കണ്ടത് കുഷ്ഠരോഗി ബർത്തിമ്യൂസ്, സക്കേവൂസ്. ഒരു അന്ധനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു സൗഖ്യ ശുശ്രൂഷ, ഹീലിംഗ് പ്രോസസ് ആരംഭിച്ചതാണ്. ഈശോ അവനെ ബഹുമാനിക്കുന്നു, ഈശോ അവനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഹല്ലേലൂയാ. മർക്കോസ് വിശേഷം 5-ാം അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5, 5-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം. 5-ാം അധ്യായം 28. നമുക്ക് വളരെ പരിചയമുള്ളൊരു സ്ത്രീയെ കുറിച്ചാണ് വചനം. 28-ാം തിരുവചനം. അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ. എത്ര വർഷമായിട്ട് അനുഭവിക്കുന്ന രോഗം? 12 വർഷം. 12 വർഷമായിട്ട് ശാരീരികമായ വലിയ വേദനയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീ. ആ സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും വലിയ ജനക്കൂട്ടം, എന്നെ ഈശോയ്ക്കൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ ചിന്തയോടുകൂടെ നിന്നു. വചനം മുന്നോട്ട് വായിക്കുമ്പോൾ 34-ാം തിരുവചനം സൗഖ്യം ലഭിച്ചതിന് ശേഷം 34, അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത്രയും വലിയ ജനക്കൂട്ടം, ഈശോ ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ വിഷമം കണ്ടു. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് കരഞ്ഞോണ്ട് ചിന്തിച്ച ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ ഭാരം ഈശോ കണ്ടു. ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും പേര് പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈൻ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഈശോ കാണുന്നു. എത്ര കാലം അകലെയിരുന്നാണെങ്കിൽ, അതുകൊണ്ടാണ് ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ഹൃദയത്തിന്റെ ഭാരം ഈശോ കാണും. സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം. ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഈ കാര്യം നടക്കുന്നു. ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ആശുപത്രിയിൽ ദൈവത്തിന്റെ ഇടപെടൽ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ വിദേശത്താണെങ്കിൽ അവിടെ ദൈവിക ഇടപെടൽ. കാരണം എന്താണ്? സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാനിക്കും. സമൂഹത്തിലാവാം, ജീവിതത്തിലാവാം, അപമാനിതരായി ഒരു തരത്തിലുള്ള അംഗീകാരവുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി, എനിക്കിനി ആര് സഹായം, ആരാ എനിക്കുള്ളേ? അല്ലേ, ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അങ്ങനെയല്ല, ആരാ എനിക്കുള്ളേ, എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ നീ ഒരു മനസ്സ് കാണിച്ചാൽ നിന്റെ പക്കലേക്ക് കർത്താവ് വരും. സങ്കീർത്തനം 34:18. ഏതാ വചനം? പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നന്നായി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം, ഈശോയെ തേടണം, ഈശോയോട് പറയണം. ഈശോയോടുള്ള സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ ചിന്തിക്കും, ഇനി ആർക്കും എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ല, അതുപോലെ കെട്ടുപിണഞ്ഞ് കിടക്കുക.
അതുപോലെ തകർന്ന അവസ്ഥയാണ്. അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ച് തന്നെ അവരുടെ ജീവിതം അവസാനിക്കും. എന്നാൽ എത്ര വലിയ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, അല്ലേ, ചിലരുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എട്ടുകാല് വല പോലെയാണ്. മൊത്തം ഇങ്ങനെ ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുവാണ്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നം, പ്രതിസന്ധി. ആര് രക്ഷിക്കും? നീ ഓർക്കണം, നിന്റെ പക്കലേക്ക് കടന്നു വരുന്ന, നിനക്ക് സമീപസ്ഥനായി കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണടച്ചോ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ ജീവിതാവസ്ഥ അതെത്ര വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നെങ്കിലും, ആർക്കും നിന്നെ രക്ഷപ്പെടുത്താനാവില്ല എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും, ഈ ശുശ്രൂഷ നിന്നെ പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മകനെ മകളെ, മനമുരുകി നീ ഈശോയെ എന്ന് വിളിച്ചാൽ നിന്റെ പക്കൽ വന്ന് നിൽക്കുന്നൊരു ദൈവമുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ നീ അപമാനിതയായിട്ടുണ്ടാവും, എന്നാൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. എവിടെയാണോ നീ കരഞ്ഞത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും ആഗ്രഹിക്കട്ടെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇതൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ ഹൃദയം നുറുങ്ങിയ എല്ലാ അനുഭവങ്ങളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ കണ്ണുനീര് കാണുന്ന കർത്താവ് ഈ വിഷയങ്ങളിൽ ഇടപെടും. നിന്റെ കണ്ണുനീര് കാണുന്ന കർത്താവ് ഈ വിഷയങ്ങളിൽ ഇടപെടും. ഏത് വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ സമയം ഉള്ളുരുകി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പോരാ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ബർത്തിമീസ് പ്രാർത്ഥിച്ചതുപോലെ, സക്കേവൂസ് ആഗ്രഹിച്ചതുപോലെ, അന്ധനായ വ്യക്തി പ്രാർത്ഥിച്ചതുപോലെ, ബദിനാനായ വ്യക്തി പ്രാർത്ഥിച്ചതുപോലെ ഈ സമയം നമ്മളും പ്രാർത്ഥിക്കട്ടെ. ഇതാ സങ്കീർത്തനം 34:18 നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവശക്തി ചൊരിയട്ടെ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളിലേക്ക് അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ വരം കർത്താവ് ചൊരിയട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം, ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പ്രാർത്ഥിക്കുന്നവരെ മാനിക്കുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവരെ കർത്താവ് രക്ഷിക്കുന്നു. ഇതാ നിന്റെ സമീപത്തേക്ക് കർത്താവ് കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശ്രദ്ധ പറഞ്ഞ ആമേൻ, 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 ആമേൻ.